ഫോട്ടോഗ്രാഫിക്ക് 500 രൂപ, വീഡിയോഗ്രാഫിക്ക് 1000 രൂപയാണ് കൊടുക്കുന്നത്. അയ്യോ എന്തല്ലേ ഭംഗി. ഞാൻ ക്ഷീണിച്ചിട്ടിരിക്കുക കേട്ടോ. അവിടെ നല്ലൊരു വ്യൂ ആട്ടോ ഇത്. പാറിൻ്റെ മുകളിൽ അവിടുത്തെ നല്ല തണുപ്പ്. ഹലോ ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വയനാട് ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. വയനാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:38. 4 മണിക്ക് എഴുന്നേറ്റാണ്. എന്നിട്ട് കുളിച്ച് മാറ്റി റെഡിയായി നിൽക്കുകയാണ്. ഇനി നമുക്ക് കാറിലോട്ട് പോവാം. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു വെളിച്ചൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ചുരം കയറുകയാണ്. മുട്ടായി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങനെ ഞാൻ കാണിച്ചത്. ചേടേ, മുട്ടായി തിന്നുകൊണ്ടിരിക്കുന്ന കുരങ്ങനെ ഒരു സെൻട്രൽ ഫ്രഷിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുരങ്ങനെ. നല്ല വ്യൂ. വെൽക്കം ടു വയനാട്. അങ്ങനെ നമ്മളിപ്പോൾ ചുരം കയറി കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ട് വെൽക്കം ടു വയനാട്. വയനാട്ടിലോട്ട് കടന്നിട്ടുണ്ട്. തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ചുരം കയറിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കാറ്റ് ഇങ്ങനെ വീശിയിരുന്നു. അപ്പം അത് കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട്. ഓ, അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി വ്യൂ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ടത്തിലാണ്. നല്ല രസമാണ് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്കൊക്കെ ഇവിടുന്ന് ഈ ഒരു വ്യൂ കാണാനും ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ അതാ ഇങ്ങോട്ടുള്ള ഈ ഒരു വ്യൂവും കാണാൻ ഭയങ്കര രസമാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഈ ചെടീൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇതിൻ്റെ ഈ ഓരോരോ തട്ടായിട്ട് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നടുവിലൊക്കെ നിന്നിട്ട് എടുക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആരെയും കാണുന്നില്ല. ഇനി ആ സൈഡിലോട്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല ആ സൈഡിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ദൂരം ഇവിടെ എത്തി. ഇപ്പോൾ ഇത് അവിടെയാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം. പോട്ടെ. അപ്പം അവിടേക്ക് ഇതാ ഇനിയും പ്ലേസുകളുണ്ട് കേട്ടോ. ഈ സ്കൈ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സമയമാണിത്. ഇപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് തിരിച്ചു പോകാം. ഇനി അടിയിലോട്ട് ഇറങ്ങുകയാണ്. ഇത്ര ഉണ്ടാവുമെന്നറിയാം. എന്താല്ലേ ചെടികളൊക്കെ കിട്ടുന്നില്ല. അങ്ങനെ ഇനി എത്തിയിട്ടില്ല. ഇനി അടിയിലോട്ടുണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത്. അങ്ങനെ ഇനി നമ്മളൊരു ഡാമിലോട്ടാണ് പോകാൻ പോകുന്നത്. ഡാമിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി കാറിന്ന് പുറത്തെടുക്കാം. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ബാനസുര സഗാർ ഡാമിലോട്ടാണ്. ഫൺ ഫാന്റസി കുറേ ഗെയിംസ്.
ഇതിൻ്റെ ഉള്ളിൽ കടക്കാൻ നമുക്ക് ക്യാഷ് കൊടുക്കണം. അഡൽറ്റിനും ചിൽഡ്രൻസിനും വേറെ വേറെയാണ്. പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഉള്ളതിനൊക്കെ 1000 രൂപ വെച്ച് കൊടുക്കണം. ഫോട്ടോഗ്രാഫിക്ക് 500 രൂപയും വീഡിയോഗ്രാഫിക്ക് 1000 രൂപയാണ് കൊടുക്കേണ്ടത്. നമ്മളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്ലേസ് കേട്ടോ, നടക്കാനൊക്കെ നല്ല പ്ലേസാണ്. അങ്ങനെ നമ്മൾ കയറി അവസാനം ഇവിടെ എത്തി. ഇവിടെ നടീന്ന് കയറാൻ തുടങ്ങി. നല്ല വിൻഡുണ്ട്. നല്ല സൗണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അയ്യോ എന്തല്ലേ ആ ഭംഗി, ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓ എമ്മാതിരി വ്യൂ അറിയോ. സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഈ ഡാമൊക്കെ ഉണ്ട്. എന്താ അറിയോ രസം, നല്ല രസമുണ്ട്. നമ്മൾ ചുരം കയറിയപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെയും ഒരു തണുപ്പുണ്ട്. ഇവിടെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓ ഇത്ര ഒരു അടിപൊളി വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. നല്ല രസമുള്ള വ്യൂ കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫിഷിനൊക്കെ കുളിക്കാൻ പറ്റുന്നൊരു പൂളുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ്. ഇതാ ഇവിടെ തണലത്ത് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ ക്ഷീണിച്ചിട്ടിരിക്കുക കേട്ടോ. അവിടെ ഒരു ഫിഷിൻ്റെ പൂള്. ഓ എന്താ വ്യൂ അറിയോ. അത് ഒരു പാർക്ക് പോലെ തന്നെ കേട്ടോ വ്യൂ. എന്താ അറിയോ അതിൻ്റെ വ്യൂ. ഒരു ഭയങ്കര സൂപ്പർ വ്യൂ കേട്ടോ, പാർക്ക് പോലെ. പിന്നെ അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കണം. എന്തൊരു വ്യൂ അറിയാം ഗൈസ്. നല്ല വ്യൂ, നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല ഫീലിങ്സ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല കൂൾ കാറ്റ്. എത്ര ഊഞ്ഞാലകളാ അറിയോ. ഊഞ്ഞാല പാർക്കാണ് തോന്നുന്നു. A few moments later. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്ന മീൻമുട്ടി വാട്ടർഫോളിലോട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്തെത്തിയിട്ട് ഇനി അരമണിക്കൂർ നടക്കാണ്ട്. കുറച്ച് സ്ഥലത്തെത്തിയിട്ട് അവിടെ പാർക്ക് ചെയ്യണം, വണ്ടി അങ്ങോട്ട് പോയില്ല. പിന്നെ അരമണിക്കൂർ അങ്ങോട്ട് നടക്കണം, എന്നാലേ ആ വാട്ടർഫോൾ എത്തുള്ളൂ. പിന്നെ നമുക്ക് നടക്കാം. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ തുടങ്ങാം. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് ബാക്കി നടക്കണം. ഇനി അങ്ങോട്ട് ഈ ഒരു വഴിയിലൂടെ നടക്കാം. ഇപ്പം നമ്മുടെ വാട്ടർഫോളിൻ്റെ സൗണ്ടൊക്കെ ഏകദേശം കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർഫോൾ. ഇതാ നല്ല ഭംഗിയുള്ള വാട്ടർഫോൾ. അതൊക്കെ കഴിച്ച് നമ്മുടെ വാട്ടർഫോൾ കുറച്ചുകൂടി നടക്കാണ്ട്. ഇങ്ങനെ നമ്മളിപ്പോൾ വാട്ടർഫോളിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ഒരു തണുപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു സൈഡിലോട്ട് നോ എൻട്രി, അവിടോട്ട് കിടക്കാൻ പാടില്ല. അവിടെ നല്ല ഒഴുക്കുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ പാറപ്പുറത്തൊക്കെ ഇരിക്കുക നല്ലൊരു വ്യൂവും. പിന്നെ ഇതാ നേരൊക്കെ നല്ലൊരു വ്യൂ ആണ്. എൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല രസമുള്ളൊരു പ്ലേസാണ്. നല്ല രസമുണ്ട് കേട്ടോ.
സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല. ഇനിയും മുകളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താ എത്തിച്ചിട്ടുണ്ട്, വനമാണ് നീരുറവയുടെ മാതാവ്. അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത് ഇനിയും കുറച്ച് പോകാനുണ്ടെന്ന്. ചേച്ചി കണ്ടോ, ആ ചേച്ചി ഇവിടുത്തെ ഗാർഡിയനാണ് തോന്നുന്നു. വനമാണ് നീരുറവയുടെ മാതാവ്. കല്ലും ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പോകാൻ. നല്ല രസമുണ്ട് പോകാൻ. നല്ല ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇതൊക്കെ ഗായ്സ് കണ്ടോ, നല്ല വ്യൂ. നമ്മളിപ്പോൾ പാറിൻ്റെ മുകളിൽ അവിടെ വരെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. കയറൊക്കെ പിടിച്ച് പോയി പാറാണ്. നമ്മൾ നീണ്ട പാറകളും കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഏകദേശമൊക്കെ കയറിയിട്ടുണ്ട്. അതാണ് ശരിക്കത്തെ വാട്ടർഫോൾ. നല്ല തണുപ്പ്. വെള്ളം ചാടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി, പ്രവേശനമില്ല, അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ കയറ് കെട്ടിയാണ്. കയറ് കെട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ വിടുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിലൊന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ അവിടെ കുളിക്കാനൊക്കെ പറ്റും. നമ്മൾ ഡ്രസ്സ് കറന്നാൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. എൻ്റെ കൊഴുപ്പ് ഭയങ്കര തണുക്കുന്നുണ്ട്. ഞാൻ മുഖത്ത് വെള്ളമൊക്കെ ഇരുന്ന് മുഖവും നല്ല തണുക്കുന്നുണ്ട്. കാല് തണുത്ത് നമ്മൾ ഐസ് കെട്ടിലിരിക്കുന്ന പോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഫ്രീസാവില്ല, അതുപോലെ ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അടിയിലോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്, നമുക്ക് അവിടോട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മൾ പോയിട്ടില്ല. കുറച്ച് പാറകളൊക്കെ കടന്ന് പോവാം, വേണമെങ്കിൽ പോവാം. പക്ഷെ അവിടെ കയറിങ്ങനെ കെട്ടിക്കഴിയത്തുണ്ട്. കുറേ അധികം പേരൊന്നും അവിടോട്ട് വിടുന്നില്ല, കഴിയുന്നവർക്ക് മാത്രം. അതുകൊണ്ട് അവിടെ ആ പാറൻ്റെ അവിടൊക്കെ നമുക്ക് പോകാൻ കഴിയും. അവിടെ നിന്നാണ് നമ്മുടെ വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. A few moments later. അങ്ങനെ നമ്മളിപ്പോ കാറിലാണ് ഉള്ളത്. നമ്മൾ ചുരം കയറി. ഇനി നമുക്ക് ചുരം ഇറങ്ങുന്നതൊന്ന് നോക്കണം. നമ്മുടെ തോട്ടം തട്ട് ഇവിടുന്ന് നല്ലോണം കാണുന്നുണ്ട്. നല്ല ഫീലിംഗ് ഉണ്ട്. അപ്പൊ നമ്മള് ചുരം ഇറങ്ങൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കുരങ്ങൻ കുട്ടികളുണ്ട്, ക്യൂട്ടായിട്ടുള്ള നല്ല കുരങ്ങൻ കുട്ടികൾ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ദില്ലി ദർബാർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ അൽഫാമും തന്തൂരി റൊട്ടിയും വാങ്ങിയിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റും. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.